ഹായ് ഹലോ, ഡാഫഡിൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു അഡീനിയം വീഡിയോയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അഡീനിയം സെയിലും ഉണ്ട്. ഇതിൽ കാണിക്കുന്ന എല്ലാ അഡീനിയവും നമ്മൾ സെയിൽ ചെയ്യുന്ന ചെടികളാണ്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ഇപ്പം അത്യാവശ്യം നല്ല സെയിലുള്ളൊരു സമയമാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സീസണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സ്റ്റോക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ നമ്മുടെ കുറച്ച് അഡീനിയത്തിൻ്റെ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു ഹെൽത്തി പ്ലാന്റായിട്ട് അഡീനിയം ഇരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വാട്ടറിങ് കാര്യം, സൺലൈറ്റിൻ്റെ കാര്യം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി പ്ലാന്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ പരിപാലിക്കണം. നല്ല വെയിൽ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്, അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല കോഡക്സ് ഒക്കെ വന്നിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇയേഴ്സ് കൂടുന്ന അനുസരിച്ച് വലിയ പ്ലാന്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് പോട്ട് വയ്ക്കുക. പിന്നെ പോട്ട് സെലക്ഷൻ്റെ കാര്യം പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് വലിയൊരു പോട്ടിലാണ് അഡീനിയം വയ്ക്കുകയെന്ന്. അങ്ങനെയല്ല, ചെറിയ പോട്ടിലാണ് അഡീനിയം വെക്കേണ്ടത്. ആദ്യം തന്നെ വളരെ ചെറിയൊരു പോട്ടിലാണ് വെക്കേണ്ടത്. ഒരു 10 രൂപയുടെ പോട്ടിലാണ് ആദ്യം തന്നെ നമ്മൾ വെക്കുക. 10-15 രൂപയുടെ പോട്ടിൽ വെച്ചാൽ മതി. അതിനുശേഷം തൊട്ടടുത്ത സൈസ് 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടത്. ഓരോ 2 വർഷം കൂടുമ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കോഡക്സ് പൊക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു 15 രൂപയുടെ പോട്ട്, പിന്നെ ഒരു 20 രൂപയുടെ പോട്ട്, പിന്നെ ഒരു 25-30 രൂപയുടെ പോട്ട്, അങ്ങനെ പോട്ട് മാറ്റുന്നതാണ് നല്ലത്. പിന്നെ വലിയൊരു പോട്ടിലേക്ക് മാറ്റിയാൽ മതി. ലാസ്റ്റ് നമ്മളൊരു 4-5 വർഷം കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിന് പകരം മണ്ണിൻ്റെയോ സിമെൻറ്റിൻ്റെയോ പോട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രോപ്പർ ഫെർട്ടിലൈസർ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസറിനേക്കാൾ അഡീനിയത്തിന് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാ മാസവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ NPK വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ NPK കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ വെള്ളത്തിന് ഒരു ചെറിയ സ്പൂൺ NPK ആണ്. കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ പൊട്ടാഷ്യം, ഫാക്ടം ഫോസും ഒക്കെ നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ സ്പൂണിന് 1 ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത്. ഈ 1 ലിറ്റർ വെള്ളം നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ഈ 2 സമയങ്ങളിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ഉച്ച സമയത്തൊന്നും കൊടുക്കരുത്. അതുമാത്രമല്ല, ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്ക് പിന്നെ അടുത്ത കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാതിരിക്കണം. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എല്ലുപൊടിയാണ്. എല്ലുപൊടി വളരെ എഫക്റ്റീവ്. പിന്നെ DAP എഫക്റ്റീവാണ്. DAP ഒരു 4-5 മണി ഒരു പോട്ടിൽ ഇട്ട് കൊടുത്താൽ വളരെ എഫക്റ്റീവാണ്. ഓർഗാനിക് ഫെർട്ടിലൈസർ വേണ്ട എന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയൊക്കെയാണ്. അപ്പോൾ ഈ ചാണകപ്പൊടി പെട്ടെന്ന് ഫംഗസ് കയറുന്നൊരു സംഭവമാണ്. ഈർപ്പം കൂടുന്നതനുസരിച്ച് ഫംഗസിന് ഒരു അറ്റാക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കോഡക്സിന് അത് പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനിടയാക്കും. അതുകൊണ്ട് നമുക്ക് എല്ലുപൊടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. ഇനി വാട്ടറിങ്ങിൻ്റെ കാര്യം പറയാം. വളരെ കുറവ് വെള്ളം മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചെടിയാണ് അഡീനിയ. അത് ആഴ്ചയിൽ 1 ദിവസമോ ആഴ്ചയിൽ 2 ദിവസമോ മാത്രം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒരു ചെടിക്ക് വേണ്ടത് ഒരു സ്ട്രെസ്സാണ്. അല്ലാതെ നല്ല രീതിയിലുള്ള വെള്ളം, ബോഗൺവില്ല, അഡീനിയം പോലെയുള്ള ചെടികൾക്ക് കുറച്ച് സ്ട്രെസ്സ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ കോഡക്സിൽ വെള്ളം നിറയുകയും കോഡക്സ് ചീഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് പോട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആയിരിക്കണം എപ്പോഴും. അത് നിങ്ങൾ ചെടി നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വെള്ളം വളരെ കുറച്ച്, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ സൺലൈറ്റ്, ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് പ്ലേസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടിയാൽ അത്രയും നല്ലത്. മഴക്കാലത്ത് ഷെയ്ഡിലേക്ക് വെക്കണം. മഴ ഒട്ടും ഇഷ്ടമല്ലാത്ത ചെടിയാണ്. പക്ഷേ എത്ര കൂടുതൽ സൺലൈറ്റ് കൊടുക്കുന്നോ അത്രയും ചെടി നല്ല ഹെൽത്തി ആയിട്ട്, ലീവ്സൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട്, ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.
ഇനി അടുത്തത് സോയിൽ മിക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പോട്ടി മിക്സായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ചരൽ കൂടിയ മണ്ണാണ്. നിങ്ങളുടെ വീട്ടിൽ മണൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മണൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചരൽ മിക്സായിട്ടുള്ള മണ്ണാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് ചെടികൾക്ക്. അതിന് കൃത്യമായി നീം ഓയിൽ സ്പ്രേ ചെയ്യണം. മാസത്തിൽ 2 തവണയെങ്കിലും നീം ഓയിൽ ഒരു 10 തുള്ളി ഡിഷ് വാഷ് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കീടങ്ങളുടെ ആക്രമണം തടയാം. പിന്നെ ഫംഗസിൻ്റെ പ്രശ്നം വരാറുണ്ട്. അതിന് സാഫും കൃത്യമായ മാസത്തിൽ 1 തവണയെങ്കിലും കലക്കി ഒഴിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അടീനിയം സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. അടീനിയം ആവശ്യമുള്ളവർ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.